ക്രൈസ്തവ വിശ്വാസിയായ ഒരമ്മ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ മാതൃകയാണ് വിശുദ്ധ മോണിക്ക. വിശുദ്ധ മോണിക്കയുടെ ഭർത്താവ് ക്രൂരനായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കു പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിശുദ്ധ മോണിക്ക അനുസരണയുള്ള ഒരു ഭാര്യയായിരുന്നു. ഒരിക്കൽ പോലും ഭർത്താവിനോട് മറുത്തൊരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. തൻ്റെ ഭർത്താവിനെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മകനും വഴിതെറ്റിപ്പോകുന്നു എന്നറിഞ്ഞ് ഏറെ ദുഃഖിതനായിരുന്നു വിശുദ്ധ മോണിക്ക. വിശുദ്ധ മോണിക്കയുടെ പ്രാർത്ഥന കൊണ്ട് ക്രൂരനായ ഭർത്താവും വഴിതെറ്റിപ്പോയ മകനും മാനസാന്തരപ്പെട്ടു. വിശുദ്ധനായ അഗസ്റ്റിൻ്റെ അമ്മയായ മോണിക്കയുടെ കഥ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. കോന്തുരുത്തി വുമൺസ് വെൽഫെയർ സർവീസ് അമ്മമാർ അഭിനയിച്ച ഒരു ലഘുനാടകം വിശുദ്ധ മോണിക്ക. അഗസ്റ്റിനെ വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പം വന്നില്ലല്ലോ. അപ്പം വന്നിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, അപ്പം വരും. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ഈ മകനെ അവനെ പോലെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മകൻ ഇതുവരെ വന്നില്ലല്ലോ. അമ്മേ, എന്താ മോനെ ഇത്രയും താമസിച്ചത്? ഞാനേ ലോനച്ചൻ്റെ കൂടെ കളിച്ചു നിന്നു. അങ്ങനെയൊന്നും ചെയ്യരുത്. വീട്ടുകാർ നിങ്ങളെ കാണാതെ വിഷമിക്കില്ലേ? ഇന്ന് എന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങൾ? പറയൂ. അമ്മേ, ഇന്ന് ഇത് എവിടുന്നാ പുതിയ പേന? സമ്മാനം കിട്ടിയതാണോ? സമ്മാനം കിട്ടിയതല്ല, ക്ലാസ്സിൽ കിടന്ന് കിട്ടിയതാ. മോനെ, നമ്മുടേതല്ലാത്ത സാധനങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് നഷ്ടപ്പെട്ടവർ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ അത് ചെയ്യത്തില്ല. ശരി ശരി, നാളെ തന്നെ ടീച്ചറിനെ ഏൽപ്പിക്കണം. ടീച്ചർ അതിൻ്റെ ഉടമസ്ഥന് കൊടുത്തുകൊള്ളും. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ മകൻ എത്ര നല്ല രീതിയിലാണ് വളർന്നു വന്നത്. ദിവസവും പള്ളിയിൽ പോകും. പള്ളിക്കാര്യങ്ങളിൽ വളരെ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ നന്മ ചെയ്ത് ജീവിച്ചിരുന്ന മകനായിരുന്നു. എന്നാൽ ഇന്ന് അവൻ്റെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ? ചീത്ത കൂട്ടുകെട്ടും കള്ളുകുടിയും പെൺകുട്ടികളെയും വെറുതെ വിടുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. നീ അറിഞ്ഞോ, മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ, മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇന്ന് കുടിക്കാമല്ലോ. എടി ഫിലോമിനി, നീ അറിഞ്ഞോ, നമ്മുടെ മോനിക്കയുടെ മകനില്ലേ അഗസ്റ്റിൻ, അവനിപ്പോൾ ചീത്ത കൂട്ടുകാരുമായി മദ്യപിച്ച് വഷളായി നടക്കുന്നു എന്നാണ് കേട്ടത്. ചീത്ത കൂട്ടുകെട്ടും കള്ളുകൂടി മാത്രമല്ല, ഒരു കുഞ്ഞും ഉണ്ടെന്നാ കേൾക്കുന്നത്. സത്യമാണോ? പാവം മോനിക്ക കരയാനും പ്രാർത്ഥിക്കാനും അല്ലാതെ എന്ത് ചെയ്യാനാ? കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ മകനെ സമർപ്പിക്കുന്നു. എൻ്റെ മകനെ കാണുന്ന നല്ല ദൈവമേ, കരുണയായിരിക്കണമേ. പിതാവേ, എൻ്റെ മകൻ മോനിക്ക, നീ വിഷമിക്കാതിരിക്കൂ. നിന്റെ കണ്ണുനീരിന് ഫലമില്ലാതെ വരില്ല. നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തുടരുക. ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ മകൻ നശിക്കുക അസാധ്യമാണ്. വിധവയുടെ ഭർത്താവ് കർത്താവാണ്. നിന്റെ പ്രാർത്ഥന
ദൈവം കേൾക്കും. എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഇങ്ങനെ? നാളെ നാളെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? എനിക്ക് മടുത്തു ഈ ജീവിതം. എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. മോനിക്കയുടെ മകനില്ലേ അഗസ്റ്റിൻ, കള്ളുകുടിയും ചീത്ത കൂട്ടുകെട്ടുമായി നടന്നവൻ, അവൻ മാനസാന്തരപ്പെട്ടു എന്ന്. മോനിക്കയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കുമോ? അതുപോലെയല്ലേ മോനിക്ക പ്രാർത്ഥിച്ചത്? ഇത്ര ക്ഷമയോടെ പ്രാർത്ഥിച്ചു കാത്തിരുന്ന ഒരമ്മ വേറെ ഉണ്ടാവില്ല. മക്കളുടെ മാനസാന്തരത്തിനായി അമ്മമാർ പ്രാർത്ഥനയുടെ കാത്തിരുന്നാൽ ഫലം തീർച്ചയാണ്. നല്ല മയായി ജീവിച്ച നീ മകനെ സ്നേഹിച്ചു പ്രാർത്ഥിച്ചു യേശുവിങ്കലെ കൊണ്ടുവന്നു. മകൻ തെറ്റുപാതയിൽ പോയപ്പോൾ വിഷമിച്ചിടും നീ